നാടകീയതകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ബിജെപിക്കൊപ്പം ചേർന്ന് നിതീഷിന്റെ നേതൃത്വത്തിൽ എൻഡിഎ സർക്കാർ രൂപീകരണം ഉടനുണ്ടാകും. ഇന്ത്യ മുന്നണി പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിച്ചില്ലെങ്കിലും മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണെന്നും നിതീഷ് കുമാർ. അതേസമയം ഓപ്പറേഷൻ താമരയിലൂടെ ബീഹാറിലെ കോൺഗ്രസ് എംഎൽഎമാരെയും ബിജെപി വിലക്കെടുത്തതായും റിപ്പോർട്ട്. ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം. നിതീഷ് കുമാറും ജെഡിയുവും വീണ്ടും എൻഡിഎ പാളയത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മഹാസഖ്യത്തെ പുലർത്തി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുമായുള്ള ബന്ധവും അവസാനിപ്പിച്ചു. രാവിലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാണ് നിതീഷ് കുമാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കണ്ട് രാജി സമർപ്പിച്ചത്. മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണെന്നും ഇന്ത്യ മുന്നണി പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിച്ചില്ലെന്നും രാജിക്കത്ത് നൽകിയ ശേഷം നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. आज हमने मुख्यमंत्री से इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया. इतना काम हम कर रहे थे और उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे और कोई कुछ काम ही नहीं कर रहे थे. तो सबको लेकर के तकलीफ और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था. अब सबके लिखे പുതിയ എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് തന്നെ ഉണ്ടായേക്കും. നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി. 2 ഉപമുഖ്യമന്ത്രി പദവും സ്പീക്കർ സ്ഥാനവും ആർജെഡിക്ക് നൽകിയിരുന്ന വകുപ്പുകളും ബിജെപിക്ക് നൽകിയേക്കും. അധ്യക്ഷൻ ജെ.പി. നദ്ദ അടക്കം ബിജെപിയുടെ ദേശീയ നേതാക്കൾ പട്നയിൽ വൈകിട്ടോടെ എത്തും. ബിജെപി എംഎൽഎമാരും നിതീഷ് കുമാറിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ബീഹാറിലെ കോൺഗ്രസിന്റെ 19 എംഎൽഎമാരിൽ ഭൂരിഭാഗം പേരെയും കാണാനില്ലെന്ന വാർത്തകളും പുറത്തുവരുന്നു. ഓപ്പറേഷൻ താമരയിലൂടെ കോൺഗ്രസ് എംഎൽഎമാരെ ബിജെപി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തെങ്കിലും എംഎൽഎമാർ എത്താത്തതിനാൽ ചേരാനായിട്ടില്ല. ഇതോടെ ബീഹാറിലും കോൺഗ്രസിന്റെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. മഹാസഖ്യത്തെ പുലർത്തി എൻഡിഎയിലേക്ക് ചേക്കേറിയ നിതീഷ് കുമാർ 9ാം തവണയാണ് മുഖ്യമന്ത്രിയായി ബീഹാറിൽ ചുമതലയേൽക്കുന്നത്. അവസരവാദ രാഷ്ട്രീയത്തിലൂടെ നിതീഷ് കുമാർ എൻഡിഎ പാളയത്തിലേക്ക് എത്തി. പക്ഷേ സസ്പെൻസ് തീരുന്നില്ല. കാണാതായ കോൺഗ്രസ് എംഎൽഎമാർ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു. സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.